തദ്ദേശ സഞ്ചാരത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളുമാണ് ഈ അധ്യായത്തിൽ ഞങ്ങൾ ആരായുന്നത്. വികസനം ഇനിയും വരാനുണ്ട്, മാറട്ടെ, പുതിയ ആൾക്കാർ വരട്ടെ. പഞ്ചായത്ത് ഭരണം തീരെ കണ്ണവത്തിന് വേണ്ടി പ്രത്യേക ഒരു കണ്ണവത്തൊന്നും ചെയ്തു തന്നില്ല ഇതുവരെ വെച്ച് ഈ പഞ്ചായത്ത്. ഇനി വരുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്? വരുന്ന ആളോട് ഈ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നാ പറയുന്നത്. ബാക്കി വെച്ച കുറെ പ്രവർത്തനങ്ങളുണ്ട്, അത് മുഴുമിപ്പിക്കണം. അതിന് ഇവർ തന്നെ വരണം. സ്റ്റേറ്റ് പഞ്ചായത്ത് കുറച്ചും കൂടി ടൗണിലൊന്ന് ഇതാക്കണം, സൗന്ദര്യവൽക്കരണം. കോവാട് പഞ്ചായത്തിലിപ്പോൾ അടിപൊളിയാണ്, അതുപോലെ ചിറ്റാൻ പഞ്ചായത്തും സെറ്റാക്കണം. ആവശ്യങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ തന്നെ. വിലക്കയറ്റം തന്നെ മെയിൻ പ്രശ്നം. അത് കാരണം നിങ്ങൾ കടലിൽ വിലക്കയറ്റം ഇപ്പോൾ വിലക്കയറ്റം കൊണ്ടിട്ട് കടൽ ഫുൾ ടൈം ആളുണ്ടാകുന്ന കടയായത്. ഇപ്പോൾ വിലക്കയറ്റം കൊണ്ടിട്ട് കടലിൽ ആൾ വരെ ഇല്ല. അതാണ് മെയിൻ ആയിട്ട് വിലക്കയറ്റം തന്നെ. വിലക്കയറ്റം പറയാൻ പറ്റാത്തൊരു ഗവൺമെന്റ് നമ്മൾ ഇപ്പോഴത്തെ അത് അവരാണ് അതാണ് ചെയ്യേണ്ടത്. ഇലക്ഷൻ വന്നപ്പോൾ നമ്മളെന്ത് പറയുന്നത്, നമ്മള് നല്ലൊരു വ്യാപാരി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭരണം വരട്ടെ പഞ്ചായത്തില്. ഭരണം മോശമൊന്നുമില്ല, നല്ല ഭരണം തന്നെ. വികസനം വരട്ടെ, നല്ല ഭരണം തരട്ടെ, ഒരു വർഷം ജയിക്കട്ടെ, 5 വർഷം കൂടി ഭരണത്തിൽ തരട്ടെ. ചിറ്റാരി പഞ്ചായത്ത് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. കാലാകാലം അവർ തന്നെ ജയിച്ചു പോകുന്നതാണ്, ഒരു ഭരണമോട് വരുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ഇനി ചിറ്റാരി പഞ്ചായത്തിൽ പല മാറ്റങ്ങൾ, റോഡൊന്നും ടാർ ചെയ്യുന്നില്ല, അങ്ങനെ പല കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. വികസനം എന്ന് പറഞ്ഞാൽ നടക്കുന്നു. ഇതിന്റെ ഭാഗം തന്നെ തുടർന്ന് പോകണം. അത് പകുതിക്ക് അങ്ങ് ഇട്ട് പോകാണ്ടിരുന്നാണ്. ചെയ്തതിന്റെ ഭാഗം തിരിച്ചു ചെയ്യണം, പണി പൂർത്തീകരിക്കണം തന്നെ പറയുന്നു. ചെയ്തെടുത്തോളെ 15 വയസ്സ് ഒരു കക്ഷി വികസനം നല്ലതല്ല, നല്ല വികസനം വരും. വികസനം വേണം ഇവിടെ കേട്ടാ. വിദേശം ഉണ്ടായാലേ വികസനം വരും. വികസനമില്ല, റോഡ് കാര്യങ്ങളെല്ലാം പോക്കാം, ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. മൊത്തം മൊത്തം പോക്ക് തന്നെയാണ്. ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും ഉള്ളോട്ടുള്ള ഒരു റോഡും കണ്ടീഷനായിട്ടുള്ള ഇല്ല, നല്ലൊരു വർക്കായിട്ടുള്ളതൊന്നും നടക്കുന്നില്ല. ഒരു ഗ്രൈനേജ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇന്നുവരെ. പിന്നെ ടൗൺ ഏരിയയിൽ ലേശം ചെറിയ ടൗണിലെല്ലാം ലേശം കുറച്ച് അതിൻ്റെ മെമ്പർമാർ നടത്തുന്ന അത്രയും ഒരു മാറ്റം വരണം. പക്ഷേ മാറ്റം വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. മാറ്റമൊന്നും വരില്ല. റോഡൊന്നും നേടിയ ശരിയായിട്ടില്ല, ആർക്ക് നടന്നു പോകാൻ പറ്റില്ല. അങ്ങനത്തെ റിപ്പോർട്ട് ഇപ്പോഴത്തെ റോഡാണ്. പിന്നെ വാഹനം പോകുന്നില്ല. പിന്നെ ആ പെരുവക്കല്ലോ ആനയും മറ്റേ ഇതുപോലെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ആർക്കും പോകാൻ പറ്റില്ല. എന്ത് പ്രസവത്തിൽ ഒരു ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ ഒരു വണ്ടി അങ്ങോട്ടില്ല, രാത്രി പോകുന്നില്ല. അങ്ങനെയെല്ലാം കുറേ വിഷയങ്ങളുണ്ട് അവിടെ. വരുന്ന ആൾ ഇതെല്ലാം പോലത്തെ പരിഹരിക്കാന്നാണ് വേണ്ടത്. എന്നാൽ അതിൻ്റെ ഒരു നല്ലൊരു ഇതുണ്ടാവും, വേറെ ഇതൊന്നുമില്ല. അതൊക്കെ നമ്മളെ പഞ്ചായത്തില് ഈ കണവും പ്രദേശവും ഈ ബസ് സ്റ്റോപ്പിന്റെ അടുത്തുള്ള മഴക്കാലമായി കഴിഞ്ഞാല് പിന്നെ ബസ്സില് ആൾക്കാർ കയറാൻ പറ്റും, ഈ പിന്നെ ചളിവെള്ളമായിട്ട്. അപ്പോൾ ഒന്ന് കോൺക്രീറ്റ് എല്ലാം ചെയ്തിട്ട് തോന്നുന്നു ഞങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിലാക്കാം. ഇതുപോലത്തെ ഒരു എന്താ പറയണ്ടേ, ഇതുപോലെ ഒരു മോശം ഭരണം കാഴ്ചവെക്കുന്ന ഒരു പഞ്ചായത്ത് ഈ കണ്ണൂർ ജില്ലയിലില്ല. അടിസ്ഥാനപരമായിട്ട് ഒരു വികസനവും ഇല്ല. എല്ലാം എന്താ പറയണ്ടേ, ഒന്നിനൊന്ന് തകരാറ് പറയാനും മാത്രമേ ഉള്ളൂ. റോഡുകളായിക്കോട്ടെ അതുപോലെ തന്നെ പിന്നെ അംഗൻവാടികൾ ഇപ്പം കാണുന്നില്ല. നമുക്കൊരു മൂത്രപ്പുരൻ്റെയും കക്കൂസിൻ്റെയും അടിസ്ഥാന സൗകര്യം എത്ര വർഷത്തെ പ്രയത്നത്തിന് ശേഷം ഇപ്പോൾ കൂടി വന്നാൽ എനിക്കൊന്നൊരു 2 മാസമല്ലേ ആയിട്ടുള്ളൂ. അത്യാവശ്യം 2 മാസക്കാലേ ആയിട്ടുള്ളൂ. അതും പാതി വഴിയാക്കി പോലെ ഇങ്ങനെ എഴഞ്ഞ് നീങ്ങുകയായിരുന്നു. പിന്നെ തൊടിയക്കുളം റോഡ് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന ഒരു റോഡാണ് കണ്ണവും ഇടുമ്പോൾ തൊടിയക്കുളം റോഡ്. 9 ബസ് ഇന്ന് നിലവിൽ ഓടുന്നുണ്ട്. ആ റോഡ് ഒരു ബസ് പോകാത്ത റോഡും ഇന്ന് മെക്കാടും താരങ്ങളാണ്. ആ റോഡിൽ എല്ലാ കൊല്ലവും ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്ത് ഇങ്ങനെ ജനങ്ങളെ കണ്ടുപിടിക്കുക. പിന്നെ ഇപ്പം വേറൊരു പരിപാടി എന്ന് വെച്ചാൽ എല്ലാ റോഡും നന്നാക്കി വരുന്ന സമയത്ത് മറ്റേ പൈപ്പ് ലൈനും മറ്റേ കേബിൾ കുഴിച്ച് തേച്ചു. അത് അതേപോലെ തന്നെ. പിന്നെ അത് മണ്ണിട്ട് മൂടുകയെന്നല്ലാതെ പിന്നെ വേറെ ഒരു വെള്ളത്തിൻ്റെ പരിപാടിയും പോകില്ല, ഒന്നും ഉണ്ടാവില്ല. എല്ലാം ഒരു എന്താ പറയണ്ടേ, ജനങ്ങളിൽ ഒരു അപമതിപ്പ് തന്നെ എല്ലാവർക്കും. വേറെ മാറ്റം എന്തായാലും വേണമെന്നുള്ളത് യാതൊരു സംശയമില്ല. എല്ലാവർക്കും മാറ്റം തന്നെയാണ് വേണ്ടത്. എന്നുവെച്ചാൽ എല്ലാവരും മാറി വരുമ്പോഴല്ലേ അതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു ഫോക്കസ് കിട്ടും, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും. സ്ഥലം ഇവിടെ തന്നെ.
എണ്ണത്തിന് നമുക്ക് ചില ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്, അത് വലിയ കാര്യം തന്നെയാണ്. ഇപ്പം പെൻഷന് ഇപ്പം 2000 ആക്കിയെല്ലാം നല്ല കാര്യമാണ്. ഇനി വരാൻ പോകുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് പഞ്ചായത്തിൽ? പഞ്ചായത്തിൽ വരാൻ പോകുന്ന ആളോട് പറയാനുള്ള നല്ല കാര്യം ചെയ്യാം, അതന്നെ പറയുന്നത്. രണ്ടാമതും മൂന്നാമതും LDF തന്നെ വരണമെന്നാണ് പറയുന്നത്. നല്ല വികസനം, ഒരു ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയും എടുത്താലും, ആശുപത്രി എടുത്താലും ഹൈവേകൾ എടുത്താലും ഏത് മേഖലയിലും പഞ്ചായത്തും മോശം നല്ല ഭരണം തന്നെ. കണ്ടാൽ തന്നെ കാരണൂടെ, ഈ വരുന്ന വൈക്ക് തന്നെ കണ്ടാൽ കാരണൂടെ ഒന്നും കുഴപ്പമില്ല, നല്ല ഇതുമില്ല. LDF തുറിച്ച് മൂന്നാം ടൈമും LDF തന്നെ വരും. നല്ല വികസനം നടത്തണം, അതന്നെ ആര് വന്നാലും. റോഡ്, ലൈറ്റ്, പിന്നെ വെളിച്ചം, അങ്ങനെയുള്ള കാര്യങ്ങളും നല്ല ഭംഗിയായി നടത്തണം. ആര് വന്നാൽ, ഏത് രാഷ്ട്രീയക്കാർ വന്നാൽ. ബാത്റൂം സൗകര്യം, പിന്നെ ഒരു കളിസ്ഥലം, നമുക്ക് കളിസ്ഥലം വേണം. പിന്നെ വരുന്ന വേറെ പല ആവശ്യങ്ങളുണ്ട്. ഒന്നും പറയാനില്ല. ഈ ഭരണം പോക്കാ, കോൺഗ്രസ് ഭരണം എല്ലാം ചെയ്തു കൊടുക്കണം. ഇതിൻ്റെ എന്ത് ആനുകൂല്യമുണ്ട് എല്ലാം ചെയ്തു കൊടുക്കണം. ചിലപ്പം ഒന്നുമില്ല, ഇതുവരെ ഒന്നും ആയിട്ടില്ല. തെരഞ്ഞെടുപ്പിന് നിന്ന് പറയാനുള്ളതൊക്കെ പിന്നെ നല്ല ഭരണം കാഴ്ചവെക്കുന്ന കൂട്ടറായിരിക്കണം. പിന്നെ നമുക്ക് സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കണ്ട്. ഇപ്പോൾ ഉള്ള ഭരണം വളരെ മോശം. ഇനി നല്ല ഭരണം വേണം, നല്ല നല്ല പാവങ്ങൾക്ക് വേണ്ടി എന്തെന്നാ ചെയ്യാൻ പറ്റുന്ന കൂട്ടറായിരിക്കണം വരുന്നത്. അതാരാന്ന് ചോദിച്ചാൽ ഇനിയിപ്പോ ആരായാലും പ്രശ്നമില്ല. അത് കോൺഗ്രസ് ആയാലും മേക്കില്ല, BJP ആയാലും മേക്കില്ല, CPM ആയാലും മേക്കില്ല. CPM-ന്റെ ഭരണം ഇപ്പൊ നിങ്ങളെല്ലാരും കാണുന്നില്ലേ, അത് പോരാന്നാ പറയുന്നു. കുഴപ്പമൊന്നുമില്ല, ആര് ജയിച്ചാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. നമുക്കത് നല്ല ഭരണമായാലും എല്ലാം നമുക്ക് നല്ലതാണ്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാറ് അത്രയേ ഉള്ളൂ. സമാധാനത്തിലെ ജീവിതമായിരുന്നു വീട്ടിൽ. മറ്റൊരു അടി ബോംബ് കത്തിക്കുത്ത് അതെല്ലാം നടക്കുക. നമുക്ക് നല്ല ഇത് വേണമെങ്കിൽ സമാധാനത്തിൽ വേണമെങ്കിൽ സമാധാനം നല്ല പാർട്ടി ജയിക്കണം. ഞാനറിയില്ല, ഞാൻ എവിടെയും നോക്കില്ല, അകവും പുറം നോക്കില്ല. ആരാ വന്ന് അവര് തന്നെ, അത്രമാത്രം. എനിക്ക് പറയാനുള്ളത് വന്നയാൾ തന്നെ വന്നോട്ടെ, അല്ലാതെ വേറെ ആൾ വന്നിട്ട് കാര്യമില്ലല്ലോ. ഇടാ അടിച്ചു വരാൻ ചൂല് വേണ്ടേ? ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതിനെ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമുക്ക് ആര് ഏത് പേരുണ്ടെന്ന് അത് മെയിനായിട്ട് റോഡാണ് ശരിയാക്കേണ്ടത്. കുണ്ടും കുഴിയെല്ലാം ഒന്ന് അതെ അതെ. പിന്നെ നമുക്ക് മെയിനായിട്ട് പാലാണ് ആവശ്യം. വട്ടോളി പാലം അത് ഇതുവരെ ശരിയായിട്ടില്ല. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട്. വെള്ളം കയറിയാലെല്ലാം നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റില്ല. അടിസ്ഥാന വികസനമൊന്നും കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകണം. പുതിയ ഭരണസമിതിയോട് പറയാനുള്ള എന്താ പറയുക, ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. തുടർന്നും നല്ല രീതിയിൽ ഉള്ള വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടക്കണം. കൂടുതൽ തൊഴിലവസരങ്ങൾ യുവാക്കൾക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം. ഇത് തന്നെ കൂടുതൽ യുവാക്കൾക്ക് സംരംഭങ്ങൾ, പുതിയ സംരംഭങ്ങൾ വരണം. കൂടുതൽ യുവാക്കൾക്കും യുവതികൾക്കുമുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാകണം. ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ മൈതാനം എന്നും ശരിയായിട്ടില്ല, കളിക്കളം വളരെ അബദ്ധമാണ്, അത് ശരിയാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകൾ കുറേ നന്നാകേണ്ടതുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. നിലവിലുള്ള വീട്ടോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ പുതിയ ആൾക്കാർ വരട്ടെ, അതിൽ പുതിയ ആൾക്കാർ കുറേ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അത്രേ പറയുന്നത്. പഞ്ചായത്തിനെ പറ്റി പറയാന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല പഞ്ചായത്ത് വേറെ എവിടെയും ഉണ്ടാവില്ല. വരാനില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാലം പോയിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുന്നില്ല. ആ റോഡാണെങ്കിൽ പിന്നെ നടന്ന് കുട്ടികൾക്ക് വരെ പോകാൻ പറ്റില്ല, കുളം പോലെ. പാലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒരു 30 വീടുണ്ട്. അതിപ്പോൾ എന്തായാലും ഇവർക്ക് തന്നെ കിട്ടുന്ന പാട്ടായതുകൊണ്ട് പിന്നെ ഇവരൊന്നും ചെയ്തു തരുന്നില്ല. ഒരു 90 മീറ്റർ കോൺക്രീറ്റ് ചെയ്യാൻ 5 ലക്ഷം ഉറുപ്പ്യ എന്ന് പറഞ്ഞിപ്പോൾ. ആകെ 100 മീറ്റർ ചെയ്യാൻ 1 ലക്ഷം ഉറുപ്പ്യ മറ്റവർക്ക് വേണ്ടു. ഇപ്പോൾ നമ്മൾ അവിടെ ചെയ്യിക്കുന്നുണ്ട് വേറെ വീട്ടിലേക്ക്. അപ്പോൾ ഇവർക്ക് 5 ലക്ഷം ഉറുപ്പ്യ 90 മീറ്ററിന്. അങ്ങനെയുള്ള അഴിമതിയുള്ള നല്ല പഞ്ചായത്താണ്. ഇവർ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഇവരുടെ UDF-ന്റെ മെമ്പർമാരൊന്നുമില്ല, എല്ലാം LDF-ന്റെ ആണ്. അതുകൊണ്ടുള്ള അപാകതകൾ ഈ മണ്ഡലത്തിൽ ഈ പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം UDF-ന്റെ സ്ഥാനാർത്ഥികളെ നിർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നെ അതുകൊണ്ട് അതേ പ്രശ്നങ്ങൾ ഇതാണ്. എല്ലാ റോഡുകളെല്ലാം പിന്നെ വെള്ളം ഒഴുകി പോകാൻ സംവിധാനങ്ങളില്ല. പിന്നെ സൈഡെല്ലാം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക, മാറി നിൽക്കണമെങ്കിൽ പ്രയാസമാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിലും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളില്ല.
തെരഞ്ഞെടുപ്പ് എന്നപ്പോൾ ഇവിടെ സാധാരണ ഇടത് ജനാധിപത്യ മുന്നണിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആവശ്യങ്ങളൊന്നും പറയാനില്ല. കാരണം ആവശ്യങ്ങളൊക്കെ നമ്മൾ നിവേദനം വഴി ഒക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് ഇനി അടുത്ത ഭരണസമിതി അത് അംഗീകരിച്ച് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് നമുക്കുള്ളത്. നമ്മളിപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ മറ്റു റോഡിൻ്റെ, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതേ ഉള്ളൂ. അത് കാര്യമായി പറയത്തക്ക ഒന്നുമില്ല. എങ്കിലും പുതിയതായിട്ട് വരുന്ന ഭരണസമിതി ഇന്ന ചെയ്യണമെന്നുള്ളത് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യുമെന്നുള്ള യഥാർത്ഥ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. റോഡ് വികസനം ഇതെല്ലാം തന്നെ അതെല്ലാം ഇത് ഓരോ പറഞ്ഞ ഉണ്ട്. അതിൽ കൂടുതലായിട്ട് ഇനി അടുത്ത ഭരണാധികാരി വരുമ്പോൾ ശരിയാവും. ഇവിടുത്തെ ഭരണം നല്ല ഭരണം, ഇതുവരെ കഴിഞ്ഞിട്ടുള്ള മോശമൊന്നുമല്ല, നല്ല ഭരണം. ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് 25 വർഷമായിട്ട് ഒരു വികസനമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാധാരണക്കാർ ഒരു പേപ്പർ വർക്കിന് പഞ്ചായത്തിൽ വന്നു കഴിഞ്ഞാൽ 4-5 പ്രാവശ്യം അവരെ തിരിച്ചയക്കുകയും വെറുതെ ഒരു വിഭാഗത്തിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് മറ്റുള്ള വിഭാഗത്തിനെ, അതായത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ മറ്റു രീതിയിൽ കണ്ടുകൊണ്ട് തിരിച്ചയക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ. അടിസ്ഥാനപരമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അതായത് ഗ്രൗണ്ടില്ല, കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടില്ല, മൂത്രപ്പുരകൾ കണ്ണവത്തില്ല, ചിറ്റാരിപ്പറമ്പ് ടൗണിലില്ല. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കളിക്കാനുള്ള ഒരു സൗകര്യമില്ല. കുട്ടികൾക്ക് അവസരം അവരോട് പറയുന്നതെന്ന് പറഞ്ഞാൽ ആര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും, അതായത് നമ്മുടെ പഞ്ചായത്തിന് വേണ്ടിയിട്ടുള്ള വികസനത്തിൻ്റെ പൊതുവായിട്ടുള്ള, അതായത് മശാനത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. മശാനോടെ പണ്ട് കാലത്ത് അനുവദിച്ചിട്ട് അത് സ്റ്റേ ആവുകയും രണ്ടാമത് അത് റീകണ്ടീഷൻ പുതുക്കി കൊണ്ടുവന്നിട്ടെങ്കിലും അടിസ്ഥാന സൗകര്യമൊന്നും ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പുകയുന്ന പരിസരവാസികൾക്കെല്ലാം ഒരു ബുദ്ധിമുട്ടായി മുന്നോട്ട് പോകുന്ന ഒരു മശാനായിട്ട് മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ, അതായത് 10-25 വർഷമായിട്ട് ഇങ്ങോട്ട് 15 വാർഡുകളിലും അടുത്ത വർഷം തന്നെയാണ് വെച്ച് മുന്നോട്ട് പോകുന്നത്. വികസനം തീരെയില്ല. ഒരു വർഷത്തിനടുത്തായി പാലം പോയിട്ട് വെള്ളം കയറിയതിനു ശേഷം ഇപ്പം അവിടെയുള്ള എല്ലാ ആൾക്കാരും നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം നമ്മളിപ്പം പെട്ടെന്ന് അർജന്റ് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും 6 കിലോമീറ്റർ 4 കിലോമീറ്റർ ചുറ്റി വേണം ഇങ്ങോട്ട് ടൗണിലേക്ക് മെയിൻ റോഡിലെത്താൻ. നല്ലൊരു ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഒന്ന് നേരെയായിട്ട് കിട്ടാനാണ് നമ്മളിപ്പോൾ വോട്ട് ചെയ്യാനുള്ള ഒരു ഇതിലിരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ വോട്ടാണ്. റോഡിൻ്റെ കാര്യം മറ്റുള്ള ഇതുമായിട്ട് പൊതുവെ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് നല്ല ഉയർന്ന ഇതാവണം എന്നുള്ള ഇത് തന്നെ. റോഡിൻ്റെ വികസനം വരണം, എല്ലാ കാര്യത്തിലും നമുക്ക് നല്ല പുരോഗതി വരുത്തണം. അതായത് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു സമാധാനത്തിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. കുറച്ച് ദിവസങ്ങൾ ആയിട്ട് 4-5 വർഷമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ. അതുകൊണ്ട് കുറച്ചൊരു ഭേദം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഭരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സർക്കാരിൻ്റെ ഭരണം എന്നുള്ള ആഗ്രഹം എനിക്കുള്ളത്. പഞ്ചായത്തിൻ്റെ എന്ന് വെച്ചാൽ വീട് നിർമ്മാണ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെറിയ ആൾക്കാർക്ക്, ഇപ്പോൾ എനിക്ക് 10 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. അപ്പോൾ അതിന് 3 മീറ്റർ വിടണമെന്നൊക്കെ പറയുന്നത് അതെല്ലാം ഇപ്പോൾ ഒരു ഇളവ് വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സർക്കാർ ഒന്ന് നോക്കി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. പഞ്ചായത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഇങ്ങനത്തെ റോഡുകളെല്ലാം വളരെ മോശമായിട്ടാണ് ഉള്ളത്. അതെല്ലാം കുണ്ടും കുഴിയെല്ലാം നിന്ന് അടച്ചു തരിക. എത്ര വിഷമിച്ച് നമ്മൾ പോകുന്നതെന്നെല്ലാം. പിന്നെ പട്ടി ശല്യം അതൊന്നും ഒഴിവാക്കി തരിക. പരമാവധി അതെല്ലാം ഒന്ന് ഒഴിവാക്കി തരിക. പട്ടി ശല്യം വളരെ രൂക്ഷമാണ്. റോഡെല്ലാം നന്നാക്കേണ്ട കാര്യങ്ങളെ പറയണം. റോഡ് എല്ലാവരും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്, അതെല്ലാം നന്നാക്കണം. നമ്മളെ പ്രത്യേകിച്ച് റോഡിൻ്റെ വർക്ക് തന്നെ, നമ്മൾ നിൽക്കുന്ന ചെള്ളത്തേൽ റോഡ്, അതൊക്കെ ഇങ്ങനെ 2-3 ഇങ്ങനെ പണിയെടുക്കുന്നില്ല. എല്ലാം ഒരു നല്ല രീതിയിലുള്ള ഒരു വർക്ക് നടക്കുന്നില്ല. ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനി വരുന്നവർക്ക് അത് നന്നാക്കിയിട്ട് വർക്ക് നടക്കട്ടെ എന്ന് വിചാരിക്കാം. ലൈറ്റ് മറ്റേ ഗാർഡനൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് നവീകരിക്കുക. പുതിയ വരുന്ന നല്ല യുവാക്കളും അങ്ങനെയുള്ള ആളുകളൊക്കെ പുതിയ ആൾ വരട്ടെ. അങ്ങനെ പുതിയ രീതിയിലുള്ള അവരുടെ കാഴ്ചപ്പാടുള്ള നല്ലൊരു ഭരണം കൊണ്ടുവരിക. യുവാക്കൾ തീർച്ചയായും വരണമെന്നുണ്ട്. നാടിന് നന്മ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും വരണം. പിന്നെ നാട്ടിൽ സ്പോർട്സിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. കൂടുതലായിട്ട് പറയാനുള്ളത് സ്പോർട്സ്, എന്തെങ്കിലും ഗ്രൗണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കോമൺ ആയിട്ട് വരുന്ന ഒരു സജഷനാണ് ഇപ്പം ഗ്രൗണ്ട് വേണം എന്നുള്ളത്. അപ്പം അതൊരു സജഷനായിട്ട് പറയുന്നു. ഇതിൽ കുറച്ചും കൂടി കാര്യക്ഷമതയിൽ പ്രവർത്തിക്കണം. ചെറിയ പോരായ്മകളുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്.
പിന്നെ ഇതുവരെയുള്ള ഭരണം ഓക്കെയാണ്, പക്ഷേങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവാനുണ്ട്. ടൗണിലെല്ലാം കുറച്ച് വെളിച്ചം കാര്യങ്ങൾ സൗന്ദര്യവൽക്കരിക്കണം, മാറ്റം വരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്തായാലും ടൗണെല്ലാം വികസിക്കട്ടെ. ആര് ഭരിച്ചാലും ടൗണ് അതുപോലെ തന്നെ നാട് വികസിക്കട്ടെ. ചിറ്റായിപ്പറമ്പ് ടൗണ് ഓക്കെയാണ്, കുറച്ചുകൂടി വെളിച്ചവും കാര്യങ്ങളൊക്കെ വരേണ്ടതുണ്ട്, സൗന്ദര്യവൽക്കരിക്കണം. നമ്മളെ അപ്പുറത്തെ പഞ്ചായത്ത് കോളയാട് പഞ്ചായത്തിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ കുറച്ച് വെളിച്ചമെല്ലാം വരാനുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പിന്നെ നല്ല സൗന്ദര്യവൽക്കരിച്ചിന്. ഇവിടെ പൊതുവേ ഒരു വെളിച്ചമെല്ലാം കുറവുണ്ട്, അതെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഓക്കെയാണ്. ഭരണം ഓക്കെയാണ്, പക്ഷേങ്കിൽ കുറച്ചുകൂടി വികസന കാഴ്ചപ്പാട് കാരണം. റോഡ് കുറെ കാലമായില്ലേ ഇങ്ങനെ അറിയാണ്ട് വെച്ചിട്ട്, ജസ്റ്റ് പാച്ച് ചെയ്ത് പോകാന്നല്ലാണ്ട് ആർങ്ങി ചെയ്യുന്നില്ലല്ലോ. പുതിയ വരുന്ന ഭരണസമിതിനോട് ഇപ്പോൾ നമ്മുടെ ടൗൺ കാണുന്നില്ലേ, അപ്പോൾ ബാക്കിയുള്ള നമ്മൾ കാണുന്ന മറ്റുള്ള ടൗണുകളെല്ലാം നല്ല വികസനമുണ്ട്. ഇപ്പോൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ചിറ്റാരും ടൗൺ എങ്ങനെ അപ്പുറവും ഇപ്പുറവും നല്ല വികസനമുണ്ട്, നല്ല മാറ്റങ്ങളുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കാണുന്ന അതേ രീതിയിലാണ് ഇപ്പോൾ ചിറ്റാരും ടൗൺ കാണുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലെ മാറ്റമുണ്ട്, ടൗണ് ഇങ്ങനെയാണ്. വികസനം ഉണ്ടാകുമ്പോൾ ടൗണ് വികസിക്കണ്ട. പിന്നെ റോഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മളൊരു പഞ്ചായത്തിൻ്റെ എന്ന് പറയുമ്പോൾ നാഡീ ഞരമ്പുകളാണ് ശരിക്കും റോഡുകളിലെ വിലയിരുത്തുക. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ റോഡുകളെ പറ്റിയല്ലേ പറയാം, അവരാദ്യം മനസ്സിലാക്കുക അതല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ വരണം. പ്രതിപക്ഷം ഇല്ല, ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷം ഉണ്ടാവുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ അപ്പുറത്തെ കോളയാട് പഞ്ചായത്തിൽ നിന്ന് പ്രതിപക്ഷമുണ്ട്, അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ അവിടെ കാണാനുണ്ട്. പ്രതിപക്ഷം വേണം, അങ്ങനെയല്ലേ. നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിലുപരി നമ്മൾ പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ പ്രതിപക്ഷം വേണം. ഇപ്പം ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ എൻ്റെ പാർട്ടി വിജയിക്കണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കും. തദ്ദേശ സഞ്ചാരത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. ക്യാമറമാൻമാരായ ഷിതിൻ കതിരൂരിനും രാഹുൽ രാമകൃഷ്ണനോടൊപ്പം സൂര്യനാവള്ളൂർ.